ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 17 ആണ്. ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഫെബ്രുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം കേട്ടോ. ഫെബ്രുവരി 2 എന്ന് പറയുന്നത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ്. ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ. എന്താണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർത്തടങ്ങൾ കേട്ടോ, നമ്മുടെ കായലുകളും തണ്ണീർത്തടങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് നമ്മൾ ഫെബ്രുവരി 2 ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. അതേപോലെ തന്നെ ഫെബ്രുവരി 11 എന്ന് പറയുന്നത് ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ആണ്. ഫെബ്രുവരി 11 ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫെബ്രുവരി 13 ആണ്. ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ഡേ ആണ്. അപ്പോൾ വേൾഡ് റേഡിയോ ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 13. ഫെബ്രുവരി 13 നാഷണൽ വിമൻസ് ഡേയും കൂടിയാണ്. ഫെബ്രുവരി 13 നാഷണൽ വിമൻസ് ഡേയും കൂടിയും നമ്മൾ ആചരിക്കുന്നു. അടുത്ത് നോക്കാം, ഫെബ്രുവരി 20 ആണ്. ഫെബ്രുവരി 20 ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഫെബ്രുവരി 20 ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഫെബ്രുവരി 21 ഇൻ്റർനാഷണൽ മദർ ടങ് ഡേ ആണ്. ഫെബ്രുവരി 21 ഇൻ്റർനാഷണൽ മദർ ടങ് ഡേ ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫെബ്രുവരി 24 ആണ്. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ഡേ ആണ്. സെൻട്രൽ എക്സൈസ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 24. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ CV രാമൻ 1928 ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത് നോക്കാം, 92ാമത്തെ ഓസ്കാർ അവാർഡ് 2020 മികച്ച ചിത്രം ഏതാണ്? 92ാമത്തെ ഓസ്കാർ അവാർഡ് 2020 മികച്ച ചിത്രം പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ് കേട്ടോ. സൗത്ത് കൊറിയൻ മൂവിയാണ് പാരസൈറ്റ്. പിന്നെ അതിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലാത്ത ഒരു സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് ചിത്രം? പാരസൈറ്റാണ്. സൗത്ത് കൊറിയൻ ഭാഷയിലാണ് എടുത്തിട്ടുള്ളത്. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സംവിധായകൻ ആരാണ്? ബോങ് ജുൻ ആണ്. ഓക്കെ, ബോങ് ജുൻ. ഏത് ചിത്രത്തിനാണ്? പാരസൈറ്റ്. മികച്ച നടനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് വാക്വിൻ ഫിനിക്സ് ആണ്. വാക്വിൻ ഫിനിക്സ്. സിനിമ ഏതാണ്? ജോക്കർ കേട്ടോ. ജോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് വാക്വിൻ ഫിനിക്സിനെ മികച്ച നടനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. മികച്ച നടി ആരാണ്? റെനി സെൽവഗർ. മികച്ച നടി റെനി സെൽവഗർ ആണ്. ഫിലിം ജൂഡി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് റെനി സെൽവഗറിനെ മികച്ച നടിയായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന പേരിട്ടു. ലോകാരോഗ്യ സംഘടന എന്ന് പറഞ്ഞാൽ WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്ത് പേരാണ് ഇട്ടിട്ടുള്ളത്? COVID-19. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ CO എന്ന് പറയുന്നത് കൊറോണയാണ്, VI എന്ന് പറയുന്നത് വൈറസ്, D എന്ന് പറയുന്നത് ഡിസീസ്. അതാണ് കൊറോണ വൈറസ് ഡിസീസ് കേട്ടോ, COVID-19. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദനം. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദനമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നോക്കാം, അനുയാത്രയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാക്തീകരണത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അനുയാത്ര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അനുയാത്ര ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാക്തീകരണത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അനുയാത്ര. അടുത്ത് നോക്കാം, ശരണ്യ. ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി മെയിനായിട്ട് വിധവകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അവിവാഹിതരായ അമ്മമാർ എന്നിവയ്ക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പം ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി വിധവകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അവിവാഹിതരായ സ്ത്രീകൾ, അവിവാഹിതരായ അമ്മമാർ എന്നിവർക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ശരണ്യ. അടുത്ത് നോക്കാം, കൈവല്യ. കൈവല്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ക്ഷേമവും. ഓക്കെ, അപ്പോൾ കൈവല്യ എന്ന് പറയുമ്പോൾ നമുക്ക് കൈ വയ്യാത്ത ആൾക്കാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതായത് ഭിന്നശേഷിക്കാരുടെ
പുനരധിവാസവും ക്ഷേമവും. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം സമന്വയ. സമന്വയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. അടുത്ത് നോക്കാം സ്മാർട്ട് ഡയറ്റ് പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ അങ്കണവാടികളേക്കും പോഷണമടങ്ങിയിട്ടുള്ള ഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് പദ്ധതി. പേരിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ, സ്മാർട്ട് ഡയറ്റ്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ അങ്കണവാടികളിലേക്കും പോഷണമടങ്ങിയിട്ടുള്ള ഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. നെക്സ്റ്റ് വൺ നോക്കാം ലൈഫ്. സംസ്ഥാനത്തെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. സംസ്ഥാനത്തെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്ത് നോക്കാം ശ്രുതിപാഠം. കാഴ്ച പരിമിതരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം. ഓക്കെ, ശ്രുതിപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പരിമിതരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി SCERT ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രുതിപാഠം. അടുത്ത് നോക്കാം ഓപ്പറേഷൻ ഒളിമ്പിക്സ്. 11 കായിക ഇനങ്ങളിൽ ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പിക്സ് കേട്ടോ. എത്ര കായിക ഇനങ്ങളാണ്? 11 കായിക ഇനങ്ങളിൽ ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പിക്സ്. നെക്സ്റ്റ് വൺ നോക്കാം ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി പോലീസ് ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി പോലീസാണ് കേട്ടോ. കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. അടുത്ത് നോക്കാം ഇന്ത്യൻ സേനയ്ക്കായി DRDOയുടെ പുതിയ ഹ്രസ്വ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? പ്രണാശ്. ഓക്കെ, ഇന്ത്യൻ സേനയ്ക്കായി DRDOയുടെ പുതിയ ഹ്രസ്വ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? പ്രണാശ്. നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ട്രിവാൻഡ്രത്ത്. അടുത്ത് നോക്കാം ബഹിരാകാശ സംഘത്തെ സഹായിക്കുന്നതിനായി പേടകത്തിൽ അയക്കുന്ന ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണ്? വ്യോമമിത്ര. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2021 നമ്മളൊരു റോബോട്ടിനെ ആദ്യം ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കും. ആ റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ബഹിരാകാശ സംഘത്തെ സഹായിക്കുന്നതിനായി പേടകത്തിൽ അയക്കുന്ന ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? വ്യോമമിത്ര. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് കറണ്ട് അഫെയർസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നാളെ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.